ടീച്ചറെ, ഈ കേരളത്തിലെ ഭൂപ്രദേശങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാ? മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശവും. അതിൽ മലനാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശം. ശരി. അതുപോലെ തന്നെ ഇടനാടെന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. ഇപ്പോൾ തീരപ്രദേശം 7.5 മീറ്റർ വരെ ഉള്ള പ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലനാടാണ് കേരളത്തിന് 48%, ഇടനാട് 42%, തീരപ്രദേശം 10% ഉള്ളത്. ടീച്ചർ, പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുക? എല്ലാം കൃഷി ചെയ്യും? സാറേ, ഞാൻ പറഞ്ഞുതരാം. തേയില, കാപ്പി, റബ്ബർ, കുരുമുളക്, ഏലം തുടങ്ങിയവയാണ് മലനാട്ടിലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിനോട് ചോദിക്കട്ടെ, ഇതിലൊക്കെ നമ്മുടെ എല്ലാം കേരളമാണ് ഒന്നാമതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടീച്ചറെ, റബ്ബറിലും ഏലത്തിലും കേരളം ഒന്നാമതാണ്. പക്ഷെ കാപ്പി, തേയില, കാപ്പിയിൽ കർണാടകയും തേയിലയിൽ നമ്മുടെ ആസാമുമാണ്. പിന്നെ കുരുമുളകിൽ കർണാടകയാണ്. ഈ കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ കുട്ടനാടിനെ പറയുമെങ്കിലും കേരളത്തിന് വലിയ റോളൊന്നുമില്ല. വെസ്റ്റ് ബംഗാളാണ് ഒന്നാമതായിട്ട് വരിക. കശുവണ്ടിയിലും വലിയ റോളില്ല. കണ്ണൂരും കൊല്ലത്തും ഒക്കെ ഉണ്ടെങ്കിലും അത് മഹാരാഷ്ട്രയാണ് ഒന്നാമത് വരിക. ഈ വാഴകൃഷി ടീച്ചർ നേരെ പറഞ്ഞില്ലേ, അതും കേരളത്തിലല്ല, ആന്ധ്രാപ്രദേശിലാണ്. അത് ആന്ധ്രാപ്രദേശിലാണല്ലേ? ഓക്കെ സാർ.